അസ്ട്രോളജി ആൻഡ് ട്രോമാസ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ട്രോമാസ് എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ കിട്ടുന്ന ഒന്നാണ്. അത് നമ്മുടെ ആന്തരിക മനസ്സിൽ അതെപ്പോഴും കിടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വർക്ക് ചെയ്യണു, നമ്മൾ സോഷ്യലൈസ് ചെയ്യണു, നമ്മൾ 4 ആൾക്കാരെ കാണുന്നു, ഇതൊക്കെ നടക്കുന്ന സ്ഥലത്തും എവിടെ നിന്നാണ് നമുക്ക് ട്രിഗേഴ്സ് വരുന്നത് എന്ന് അറിയാൻ തന്നെ പറ്റില്ല. കാരണം സബ് കോൺഷ്യസ് ലെവലിൽ ഈ ട്രോമാസ് പുറത്തു വരും. അവരറിയാതെ, അവർക്ക് തന്നെ അറിയില്ല അതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന്. അങ്ങനെ വരുന്ന സമയത്ത് അത് ദേഷ്യമായിട്ട് മാറാം. ദേഷ്യം വെച്ചാൽ അൺകൺട്രോളബിൾ ദേഷ്യമായിട്ട് മാറാം. അതല്ലെങ്കിൽ അൺകൺട്രോളബിൾ ഇമോഷനായിട്ട് മാറാം. കരച്ചിലായിട്ടോ അല്ലെങ്കിൽ പലതും ഇടിഞ്ഞുടയ്ക്കുന്ന സ്വഭാവമായിട്ടോ അതുമല്ലെങ്കിൽ പേടിയായിട്ടോ മാറാം. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ നമ്മൾ സാധാരണ ആൾക്കാരത് കാണുന്ന സമയത്ത് എന്തിനാ കരയുന്നത്, എന്തിനാ ഉടയ്ക്കുന്നത്, എന്തിനാ ഇത്ര ആങ്കർ എന്നൊക്കെ നമ്മൾ പെട്ടെന്നങ്ങ് പറയും. എല്ലാവരും സൂപ്പർഫിഷ്യലായിട്ട് ഒരാളുടെ ബിഹേവിയർ കാണുന്നു എന്നല്ലാതെ അതെന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് ആലോചിക്കാൻ സമയവുമില്ല. അതിനുവേണ്ടി അവർ ഒരു വിധത്തിൽ അത് പ്രയത്നിക്കുകയുമില്ല. അപ്പോൾ ആണ് ഈ അസ്ട്രോളജിസ്റ്റിനെ പോയി കാണുന്നതും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ പോയി കാണുന്നതും. അപ്പോൾ അസ്ട്രോളജിസ്റ്റ് ചില പ്ലാനറ്റേറിയൽ പൊസിഷൻ പറയും, അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എന്ന്. ഇതൊക്കെ സത്യമാണ്, എന്നല്ല പറയണത്. പക്ഷേ ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ അസ്ട്രോളജി ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മളത് ഉൾക്കൊണ്ട് അതിനെ നിവർത്തീകരിക്കാനുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല. കാരണം അസ്ട്രോളജിയും ഒരു സയൻസാണ്, ഈ മെഡിസിനും ഒരു സയൻസാണ്. ഇതിലെല്ലാം ഉപരി മെൻ്റൽ ഹൈജീൻ, മെൻ്റൽ ഹെൽത്ത് ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരുടെ സഹായത്തിലൂടെ നമ്മൾ ഇവരുടെ ഇത്തരം ട്രോമ ഉള്ള പേഴ്സൺസിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അസ്ട്രോളജിയും നമ്മളെ സഹായിക്കും, പിന്നെ മെഡിസിൻസും നമ്മളെ സഹായിക്കും, നല്ല നല്ല മെൻറ്റേഴ്സും ഡോക്ടേഴ്സും നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്തരം എല്ലാം കൂടിയ ഒന്നുകൊണ്ട് ഒരു പേഴ്സൻ്റെ ആത്മഹത്യാ ശ്രമത്തിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വളരെ ഫ്ലെക്സിബിളായിട്ട് ഒരാളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ അസ്ട്രോളജി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ലൈക്ക് എനി അതർ സയൻസ്. താങ്ക് യു സോ മച്ച്.